എന്ത് കാര്യമാണെങ്കിലും സഹായിക്കാനായി അടുത്തു കൂടുന്നവർ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിക്കും. ഒടുവിലത് കിട്ടാതെ വരുമ്പോൾ അതൊരു ദേഷ്യമായിട്ട് മാറും. വെറുതെ എന്തിനാ ഒരു ബന്ധുവിനെ കൂടി ശത്രുവാക്കുന്നത്? അമ്മാവൻ അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വേണ്ടടോ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇതൊക്കെ തനിക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി പറ്റാത്തത് എന്തെങ്കിലും വന്നാൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ പോരെ? ശരി, ആദർശേട്ടൻ പറയുന്നത് പോലെ ചെയ്യാം. അതാടോ നല്ലത്. ആ, മോൻ ഇറങ്ങുവാണോ? അതെ അമ്മേ, രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ ഹൈദരാബാദ് എത്തണം. അവിടുത്തെ പ്രശ്നങ്ങൾ ഉടനെ തീരുവാവോ? ഒരു ചെറിയ കെണിയിലല്ലല്ലോ അമ്മ നമ്മൾ പെട്ടിരിക്കുന്നത്. ക്ലിയർ ചെയ്തു വരാൻ കുറച്ചധികം സമയമെടുക്കും. ഈ സാഹചര്യത്തിൽ കുറച്ചുനാൾ വേണമെങ്കിൽ മീരെ ആദർശം അവിടെ നിൽക്കുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇടയ്ക്കിടയ്ക്കുള്ള ഈ അലച്ചിൽ ഒഴിവാകുമല്ലോ. ഏയ്, അതിന്റെ ആവശ്യമില്ലമ്മേ. ഞാൻ അവിടെ സ്ഥിരമായിട്ട് നിന്നിട്ടും കൂടുതലൊന്നും ചെയ്യാനുമില്ല. നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? മഹാദേവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓ, അപ്പൊ അതാണ് എന്നോടും മീരയോടും കുറച്ചുനാൾ ഹൈദരാബാദിൽ നിന്നോളാൻ പറഞ്ഞത് അല്ലേ? അതല്ല മോനെ, മഹി അഭിയോടൊപ്പം കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നെന്നാ അഭി പറഞ്ഞത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അമ്മേ? കൂടെ നിന്ന് ചതിച്ച ആളല്ലേ അങ്കിള്. അങ്ങനെ ഒരാളെ ഇനിയും വിശ്വസിച്ച് കൂടെ നിർത്തിയാ അത് ഭാവിയിൽ അഭിചേച്ചിക്ക് തന്നെ ദോഷമാവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മീര. എന്നെ തോൽപ്പിക്കാൻ ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കാൻ അഭി ഇപ്പൊ തയ്യാറാ. ഞാനിതിൽ നിസ്സഹായാണ് മോനെ. ഓഫീസിലെ കാര്യങ്ങളിൽ അവക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞതല്ല. അഭിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ അഭിരാമിയുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് ഞാൻ സംശയിച്ചിരുന്നു. അതിപ്പോ ക്ലിയറായി. മഹാദേവൻ അങ്കിളിന് വേണ്ടത് എന്റെയും മീരയുടെയും നാശമാണ്. അതിനുവേണ്ടി പലതും അഭി ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്തു. പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ മീരയോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതെ, പക്ഷെ ഞാൻ ഒരിക്കലും അഭിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനും നിങ്ങളുടെ അതേ അവസ്ഥയിലാണ്. അനുജനെ അന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. എന്റെ മകനെ ചതിക്കാനും ജയിലിലാക്കാനും ശ്രമിച്ചയാൾക്ക് ആ സ്ഥാനം മാത്രമാണ് എന്റെ മനസ്സിൽ. ഏതായാലും എല്ലാവരും സൂക്ഷിക്കണം. ഉള്ളിൽ പക ഒളിപ്പിച്ചു വെച്ച് പുറമേ ചിരിച്ചു കാണിക്കുന്ന ഒരു വിഷപ്പാമ്പാണ് അയാള്. ഏതായാലും അതുകൊണ്ട് തന്നെ അങ്കിള് പകരം വീട്ടാൻ ശ്രമിക്കുന്ന ഉറപ്പാ. ആദർശേട്ടൻ സൂക്ഷിക്കണം. അങ്കിളിന് പക നമ്മളോട് രണ്ടുപേരോടുവോ? ആദർശേട്ടനോടുള്ള പക തീർക്കാൻ ഒരു പാവം പെൺകുട്ടിയെ കൊല്ലാനുള്ള മനസ്സ് കാണിച്ചാണ്. അതുകൊണ്ട് എന്ത് വേണേലും അങ്കിളിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ തനിച്ചാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വേണ്ട. ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. എന്റെ സങ്കടം അതൊന്നും അല്ലമ്മേ. എന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ച ആളാണ് അങ്കിളെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചിട്ടല്ലേ സ്വന്തം ലാഭത്തിനു വേണ്ടി അങ്കിളിനെ കൂടെ നിർത്താൻ അഭി തയ്യാറായത്. അവളുടെ സ്വഭാവം നിനക്കറിയാലോ മോനെ. ഞാൻ പറഞ്ഞിട്ടൊന്നും അഭിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. മഹി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ആ സംസാരം അധികം താമസിയാതെ മാറും. പക്ഷെ അപ്പോഴേക്കും അവളെ അയാൾ പെടുത്തിയിട്ടുണ്ടാവും. എന്തൊക്കെയോ പറഞ്ഞ് അഭിയെ മഹി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെയാ ഇപ്പൊ കാണുന്ന ഇതൊക്കെ. ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അങ്കിളിനൊരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളതാണല്ലോ. അഭിചേച്ചിയുടെ മനസ്സിൽ എന്നോടും ആദർശേട്ടനോടുള്ള പക മുഴുവൻ നിറച്ചതും അങ്കിള് തന്നെ ആവാനാ സാധ്യത. ഏതായാലും മീരയും സൂക്ഷിക്കണം. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി എല്ലാവരും കൂടി തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും അഭി ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട ആദർശേ. മീര ഇവിടെ സുരക്ഷിതയായിരിക്കും. എന്റെ ഭയം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്താ. നിനക്കാണെങ്കിൽ ഇപ്പോ ആവശ്യത്തിലധികം ടെൻഷനും ഉണ്ട്. അതെ, അമ്മ പറഞ്ഞത് ശരിയാ.
ആദർശേട്ടൻ നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എല്ലാവരും കൂടി എന്നെ ഒന്നിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ തോറ്റു കൊടുക്കാതിരിക്കാനുള്ള വാശി എനിക്കുമുണ്ട്. എത്രയൊക്കെ കള്ളക്കളികൾ അവർ നടത്തിയാലും അതിനൊക്കെ ഞാൻ അതിജീവിച്ച് വരും. പിന്നെ ശാരീരികമായി അങ്കിളിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ മുമ്പ് ആകാറുന്നല്ലോ. ആ, സംസാരിച്ച് നിന്ന് സമയം പോയി. ഞാൻ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും. ശരി, പോയിട്ട് വാ മോനെ. മീര, ഞാൻ ഇറങ്ങുമോ? അങ്കിളുടെ തിരിച്ചുവരവ് ഒരു ഗംഭീര പരിപാടിയായിരിക്കുന്നു. എല്ലാം തകർത്ത് തരിപ്പണാക്കൂന്നൊക്കെയാ ഞാൻ കരുതിയത്. പക്ഷേ അങ്കിൾ ആകെ ഒരു തണുപ്പ മട്ടിലാണല്ലോ. പുറത്തിറങ്ങിയതോടെ വാശിയും വൈരാഗ്യമൊക്കെ കെട്ടടങ്ങി പോയോ? എനിക്കങ്ങനെ ആരോടും വൈരാഗ്യമൊന്നുമില്ല ബി. ഞാൻ ആരോട് പകരം വിട്ടാനാ? തെറ്റ് ചെയ്തത് ഞാനല്ലേ. അതിന് പോലീസ് പിടിച്ചതിന് ഞാൻ ആരോട് പകരം വിട്ടാനാ? ഇതെന്താ അങ്കിൾ ഇങ്ങനെ പറയുന്നത്? മുൻപ് എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മീരയോടും ആദർശനോടും വൈരാഗ്യം ഉണ്ടെന്നും പറ്റുന്ന രീതിയിൽ അവരോട് പകരം ചോദിക്കുന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? ശരിയാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ജയിലിൽ കിടന്ന സമയത്ത് ഞാനങ്ങനെ പലതും ചിന്തിച്ചു കൂട്ടുകയും ചെയ്തു. പക്ഷേ പുറത്തിറങ്ങി ഈ സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഇനി മനസ്സിൽ വൈരാഗ്യം വെച്ച് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിലും നല്ലത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഓ, അങ്ങനെയാണോ? അപ്പൊ എന്റെ പ്രതീക്ഷയെല്ലാം വെറുതെയായി. അങ്കിള് പുറത്തുണ്ടെങ്കിൽ എന്റെ കമ്പനിക്കൊരു മുതൽക്കൂട്ടാവൂന്നും ആദർശനും മീരയ്ക്കും സമയാസമയം വേണ്ട പണികൾ കൊടുക്കുമെന്നൊക്കെ കണക്ക് കൂട്ടിയാ ഞാൻ അങ്കിളിന് വേണ്ടി എല്ലാം ചെയ്തത്. പുറത്തിറങ്ങി കഴിയുമ്പോ അങ്കിൾ ഇങ്ങനെ സ്വഭാവം മാറ്റിക്കളയുന്ന ഞാൻ എങ്ങനെ അറിയാനാ? കമ്പനിക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അഭിക്ക് ചെയ്തു തന്നോളാം. പിന്നെ ആദർശിൻ്റെയും മീരയുടെയും കാര്യം, അത് അബിയുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തനിയെ തകർന്നടിഞ്ഞോളും. അതുകൊണ്ട് കമ്പനി എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാമെന്ന് മാത്രം അബി ഇപ്പം ചിന്തിച്ചാൽ മതി. ഞാൻ അങ്ങനെ ചിന്തിച്ചാലൊന്നും കമ്പനി ലാഭത്തിലാവില്ല. ഇപ്പൊ നമുക്കുള്ള IT കമ്പനിയുടെ പ്രോജക്റ്റ് ലാഭത്തിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അങ്കിൾ എനിക്കത് പറഞ്ഞതാ. ആ പ്രോജക്റ്റ് ലാഭത്തിലാക്കാൻ കഴിയില്ല അബി. അതിന്റെ നഷ്ടം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ മെറ്റീരിയൽസിന്റെ പർച്ചേസൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം. ക്വാളിറ്റിയിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിടിക്കപ്പെടാതെ നോക്കണം. ഒപ്പം ബിൽഡിങ്ങിനൊന്നും കുഴപ്പമുണ്ടാകുകയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം വക്കീൽ വിളിച്ചിരുന്നു. കേസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ വഴികളുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് വഴി? കൊലപാതകം ചെയ്തയാൾ ഞാൻ പണം കൊടുത്തിട്ടാണ് അത് ചെയ്തെന്നുള്ള മൊഴി മാറ്റി പറഞ്ഞാൽ പിന്നെ എന്നെ അതിന് ഉൾപ്പെടുത്താനാവില്ലല്ലോ. അതിനയാൾ അങ്ങനെ പറയുവോ? ഞാനൊന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. കുറച്ച് കാശ് കൊടുത്താൽ അവൻ മൊഴി മാറ്റാൻ സാധ്യതയുണ്ട്. ഇതൊരു ഈസി വഴിയാണ്. പിന്നെ ഇത് നടന്നില്ലെങ്കിൽ വേറെ വഴി നോക്കാമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്കിള് സംസാരിച്ചു നോക്ക്. ഒരുപാട് പൈസയൊക്കെ പറഞ്ഞാ നമ്മളെ കൊണ്ട് താങ്ങില്ല. ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ പണം കണ്ടെത്താനുള്ള വഴി അങ്കിള് തന്നെ നോക്കണം. അതൊന്നും ഓർത്ത് അബി ടെൻഷൻ ആകണ്ട. മൊഴി മാറ്റാമെന്ന് അയാൾ സമ്മതിച്ചാല് ഫണ്ടൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. അതിനുള്ള സോഴ്സൊക്കെ എനിക്കുണ്ട്. പൂർണ്ണമായും ഞാൻ കുറ്റവിമുക്തനായാൽ പിന്നെ കമ്പനിയുടെ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടെ എനിക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അതുവരെ കേസിന്റെ ടെൻഷൻ എൻ്റെ തലയിലുണ്ടാവും. ജയിലിലെ ജീവിതം അത്ര സുഖമുള്ളതൊന്നുമല്ല. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ മനസ്സ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു വിങ്ങല. പിന്നെ അവിടെ കാണുന്ന ജീവിതങ്ങളും നമ്മൾ കേൾക്കുന്ന കഥകളുമെല്ലാം മനസ്സ് മരവിപ്പിക്കുന്നതാ. ചെറിയ കുറ്റം ചെയ്ത് ജയിലിലേക്ക് വരുന്നവര് വലിയ കുറ്റവാളികളായ തിരിച്ചു പോകുന്നത്. പിന്നെ ഒരു കുറ്റവും ചെയ്യാതെ സാഹചര്യം കൊണ്ട് പിടിക്കപ്പെട്ട് ആദർശിനെ പോലെ പലരും അകത്തെ ശിക്ഷ അനുഭവിക്കുന്നുമുണ്ട്. അതൊക്കെ മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്ന കാഴ്ചകളാണ്. എനിക്കിനി ആ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു താല്പര്യവുമില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതിനെ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും.
ഞാനും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം. എന്നാ ഞാൻ ചെല്ലട്ടെ അങ്കിൾ. ഞാൻ അങ്ങനെ വിളിച്ചോളാം. ആ ശരി. പ്രോജക്റ്റിന്റെ കാര്യത്തില് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാന്ന് അമ്മാവൻ പറഞ്ഞതാ. പിന്നെന്താ പ്രശ്നം? അത് വളരെ നല്ല കാര്യമല്ലേ. ആദർശ് ഹൈദരാബാദിലായതുകൊണ്ട് മീരയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അത്തരം സമയങ്ങളിൽ അമ്മാവന്റെ സഹായം സ്വീകരിക്കാമല്ലോ. അത് മാത്രമല്ലായിരുന്നു, അമ്മാവന് ലോ കോസ്റ്റിൽ വർക്കുകൾ തീർത്ത് നല്ല പരിചയം ഉണ്ടായിരുന്നു. ആ പക്ഷേ അമ്മാവനിൽ നിന്ന് സഹായങ്ങളൊന്നും സ്വീകരിക്കേണ്ടെന്നാ ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താ? ആദർശേട്ടന് എല്ലാവരിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. സ്നേഹം നടിച്ച് അടുത്തു കൂടുന്നവർ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നും അവര് നമ്മളെ പറ്റിച്ച് പണം തട്ടാൻ ശ്രമിക്കുമെന്നും ഒക്കെയാ ആദർശേട്ടൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. തുടർച്ചയായുള്ള പരാജയങ്ങളും വിശ്വസിച്ച സ്റ്റാഫുകൾ പറ്റിക്കാൻ ശ്രമിച്ചതുകൊണ്ടുമാണോ ആദർശേട്ടൻ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതൊക്കെ തന്നെയാവും കാരണം. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മാവന്റെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് മീരയ്ക്ക് വലിയ ആശ്വാസവും സഹായവും ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യന് അവന്റെ മേഖലയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് വിലമതിക്കാനാവാത്തതാ. വളർന്നു വരുന്നവർക്ക് എപ്പോഴും വഴികാട്ടിയാവാൻ ആ എക്സ്പീരിയൻസിന് സാധിക്കും. ശരിയാണ്. എന്തായാലും ആദർശേട്ടന്റെ വാക്കുകൾ എതിർത്ത് ഞാനൊന്നും ചെയ്യില്ല. എങ്കിലും കാര്യങ്ങൾ ആദർശേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മാവനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നം? ആദർശേട്ടന്റെ അമ്മാവന് ജാമ്യം കിട്ടി. മഹാദേവൻ അങ്കിള് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓ, എന്നോടും ആദർശേട്ടനോടും വലിയ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ അങ്കിളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്കിള് ചെയ്യും. ഒരാളുടെ വിജയത്തിലേക്കുള്ള യാത്ര ഒരിക്കലും അത്ര എളുപ്പമായിരിക്കില്ല മീര. ആ വഴിയിൽ പലതും തരണം ചെയ്യാനുണ്ടാവും. ശത്രു പ്രബലനാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഓരോ അടിയും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് വയ്ക്കും. അങ്ങനെ ശ്രദ്ധയോടെ പോയാൽ വിജയം ഉറപ്പിക്കാം. മീര പരാജയപ്പെടാൻ ഭഗവാൻ അനുവദിക്കില്ല. അതുകൊണ്ട് മീരയെ തടയാൻ ആരൊക്കെ ശ്രമിച്ചാലും അവരെ അതിൽ നിന്നും ഭഗവാൻ തന്നെ പിന്തിരിപ്പിക്കുന്നതായിരിക്കും. എന്നെ അങ്കിൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം എനിക്കില്ല. പക്ഷെ പ്രോജക്റ്റ് നശിപ്പിക്കാൻ അങ്കിൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ കഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, മീര അതെല്ലാം പ്രതീക്ഷിച്ചോളൂ. അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്തോടെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വഴിമാറിത്തരും. എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. മീരയുടെ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകും, ഉറപ്പാ. ആ പിന്നെ സൂരജിന്റെയും വിദ്യയുടെയും കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? വിദ്യക്ക് സൂരജിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാ. കർണാടകയിലെ ഉൾക്കാട്ടിലുള്ള ഒരു പ്രോജക്റ്റാണ് സൂരജ് ഇപ്പം നോക്കുന്നത്. അവിടെ ഫോണിന് റേഞ്ച് ഒന്നുമില്ല, ലാൻഡ് ഫോണും ആയിട്ടില്ല. ഓ, അത് വലിയ കഷ്ടമായല്ലോ. അല്ല, അവർക്കൊപ്പം മീര നിൽക്കാത്തതിൽ മീരയ്ക്ക് ഇതുവരെ വിഷമമൊന്നും തോന്നിയിട്ടില്ലേ? ബീനാമ്മയും അമ്മായിയും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ മുന്നിലുണ്ടാവുന്നത് ഞാനായിരുന്നേനെ. പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇവര് തന്നെ ഇങ്ങനെ ചെയ്താ ഞാൻ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യും? പ്രണയമുണ്ടാവുന്നത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥകൾ നോക്കിയല്ലല്ലോ. അതെപ്പോഴോ അറിയാതെ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതല്ലേ? ശരിയാണ്. എങ്കിലും ഇത് പ്രശ്നമാവുമെന്ന് അവർക്കും അറിയാന്നല്ലേ. എന്തായാലും ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അടുക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അവർക്കിപ്പൊ കരയാനാ വിധി. വിധി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ മീര. കരയുന്നത് ആരൊക്കെയാവുമെന്നും അറിയില്ല. ഭാവി എന്നും അനിശ്ചിതത്വത്തിലല്ലേ? അതെ. മീര തൊഴുതിറങ്ങിയതല്ലേ? ഇനി വീട്ടിലേക്കാവും അല്ലേ? അതെ മുന്തേട്ടാ. എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. മോനെ, നീ തിരക്കിലാണോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്താമേ? നിന്നെ ഞാനും അച്ഛനും കൂടി വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് നിനക്കറിയാലോ. അറിയാം. വിദ്യയുടെ കാര്യം സംസാരിക്കാൻ. വെറുതെ സംസാരിക്കാനല്ല, കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാ നിന്നോട് വരാൻ പറഞ്ഞത്.
എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്തു? സൂരജുമായിട്ടുള്ള ബന്ധത്തെ നീ സപ്പോർട്ട് ചെയ്യാണോ വേണ്ടത്? അമ്മേ, ഞാൻ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും അവൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. അതവളുടെ പക്വത കുറവാണ്. ആ ചെറുക്കൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി എടുത്തിരിക്കുക. നമ്മൾ വേണം വിദ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റും ശരിയും ബോധ്യപ്പെടുത്താൻ. അമ്മ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്. വിദ്യ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല. അവൾക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ അമ്മ ഈ പറയുന്നത് പോലെ സൂരജ് വിദ്യ മയക്കെടുത്തതൊന്നുമല്ല. എനിക്ക് മനസ്സിലായിടത്തോളം വിദ്യയാണ് ഈ ബന്ധത്തിന് മുൻകൈ എടുത്തത്. അതെന്തോ ആവട്ടെ, അവളുടെ പ്രായത്തിന്റെ വിവരമില്ലായ്മ അതൊക്കെ. പിന്നെ അവൾ ഈ പറയുന്നത് പോലെ അവളായിട്ടൊന്നുമല്ല സൂരജിനോട് ഇഷ്ടമെന്ന് പറഞ്ഞത്. അത് സൂരജിനെ രക്ഷിക്കാൻ വിദ്യ ഉണ്ടാക്കി പറയുന്നത്. അമ്മേ, ആരാദ്യം ഇഷ്ടം പറഞ്ഞാലും അവർ തമ്മിൽ ഇപ്പൊ സ്നേഹത്തിലാണ്. പരസ്പരം ഇത്രയും സ്നേഹിച്ച അവരെ നമ്മൾ എന്തിനാ പിരിക്കാൻ നോക്കുന്നത്? നീ എന്താ പറഞ്ഞു വരുന്നത്? ഇതിലെന്താ അമ്മ ഇത്രയ്ക്ക് മനസ്സിലാവാൻ? വിദ്യയും സൂരജനെ ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. നടക്കില്ല വിശാൽ. ഇങ്ങനെ പറയാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിനക്കറിയാലോ, ആ ബീന എന്നെ പല സ്ഥലത്ത് വെച്ചും വളരെയധികം അപമാനിച്ചിട്ടുണ്ട്. അവളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാ ഞാൻ എന്റെ മകളെ അയക്കേണ്ടത്? സൂരജിന്റെ ധൈര്യത്തിൽ. സൂരജല്ലേ വിദ്യ വിവാഹം കഴിക്കുന്നത്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനുള്ള പക്വതയും തന്റെ ഇടവും സൂരജിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാ അവനെ പോലൊരു തെമ്മാടിയെ മരുമകനായിട്ട് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മ പറയുന്നത് പോലുള്ള ഒരു പ്രശ്നവും ഇപ്പൊ സൂരജിനില്ല. പണ്ട് ചില്ലറ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നത് സത്യമാണ്. എന്നാൽ സൂരജ് ഇപ്പൊ ആ പഴയ ആളെയല്ല. എല്ലാ രീതിയിലും നല്ലൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് അവൻ. അതൊക്കെ നിന്റെ വെറും തോന്നലാ വിശാലെ. ഒരു മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുമൊന്നുമില്ല. അമ്മേ, വിദ്യ എന്റെ അനിയത്തിയല്ലേ. അവൾക്ക് മോശം വരുന്ന എന്തിനെങ്കിലും ഞാൻ കൂട്ടുനിൽക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് വിശ്വസിച്ചാ നിന്നെ വിളിച്ചു വരുത്തിയത്. പക്ഷേ നിന്റെ ഈ സംസാരം കേട്ടിട്ട് അത് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. അമ്മേ, ജീവിതം വിദ്യയുടെയാണ്. അവളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവളാണ്. അല്ലാതെ നമ്മുടെ സന്തോഷവും ഇഷ്ടവും അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് മോനൊന്ന് കേൾക്ക്. ഇന്ന് വരെ ഞാൻ പറഞ്ഞതൊന്നും നീ അനുസരിച്ചിട്ടില്ല. ഈ കാര്യത്തിലെങ്കിലും നീ എനിക്കൊപ്പം നിൽക്കണം. അമ്മ എന്തിനാ അമ്മയുടെ തീരുമാനങ്ങൾ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്? അമ്മേ, അവരവരുടെ ജീവിതത്തിൽ അവരവർക്ക് ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ അമ്മ അനുസരിക്കാത്തത് ഏത് കാര്യത്തിലാണെന്ന് സ്വയം ഒന്ന് ഓർത്തു നോക്ക്. അതൊരിക്കലും അമ്മ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ബഹുമാനമില്ലാഞ്ഞിട്ടോ അല്ല. അമ്മ അമ്മയുടെ തീരുമാനങ്ങൾ എന്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ അമ്മയെ എതിർത്തു. ഈ കാര്യം അതുപോലെ തന്നെയാ. നമ്മൾ വിദ്യയുടെ ഇഷ്ടത്തിനെതിരെ നിന്ന് അവൾക്ക് മറ്റൊരു വിവാഹം നടത്തിക്കൊടുത്തിട്ട് എന്താ കാര്യം? ആ ജീവിതത്തിൽ അവൾക്ക് സന്തോഷം കിട്ടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? നാളെ അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി അവൾ അമ്മയോട് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? എന്തിനാ അമ്മ ഈ വാശി? ബീനാന്റിയും അമ്മയും തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ വിദ്യയുടെ ജീവിതം എന്തിനാ അമ്മേ ബലിയാടാക്കുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ മകളെ ബീനയുടെ മകനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കില്ല. പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാ വിശാൽ, ഈ കാര്യത്തിൽ നീ എനിക്കൊപ്പം നിൽക്കണം. ഇനി എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. എന്റെ മകള് ഞാൻ പറയുന്ന അനുസരിക്കില്ല. ഇനി എന്റെ മകനും ആ വഴിക്കാണെങ്കിൽ എനിക്ക് മക്കൾ ജനിച്ചിട്ടില്ലെന്ന് ഞാനങ്ങ് കരുതിക്കോളാം. അമ്മ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്ക്. ഞാൻ വിദ്യയുടെ ഒപ്പം നിൽക്കുന്നത് അമ്മയോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല. വേണ്ട വിശാൽ, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാ നല്ലത്. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം ശരിയാകും. ഓ, അത് മതി.
ആ എന്നാ ശരി ചേച്ചി. സുഭദ്രേച്ചിക്ക് കാലിന് വേദന കൂടുതലാന്നാ പറയുന്നത്. അയ്യോ, ആന്റിയുടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കണമെന്ന് പറഞ്ഞതാ. ആന്റി പോയില്ലേ? ഹോസ്പിറ്റലിലൊക്കെ ഗോമതി ചേച്ചി കൊണ്ടുപോയി. അവര് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. അത് പേടിക്കാനുള്ളതൊന്നുമല്ല, ഓവർ സ്ട്രെയിനിന്റെ ആണ്. ഇവിടെ വന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ചേച്ചി ഉടനെ ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്. കുറച്ച് ദിവസം കൂടി ഗോമതി ചേച്ചിയുടെ അടുത്ത് നിന്ന് റെസ്റ്റ് എടുത്തിട്ടേ വരുന്നുള്ളെന്ന്. അതെങ്ങനെ ശരിയാവും അമ്മേ? ആന്റിയുടെ ചിട്ടകളും രീതികളും ഒക്കെ അവിടെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അന്യരുടെ അടുത്തൊന്നും അല്ലല്ലോ. ഗോമതി ആന്റി നമ്മളെ പോലെ തന്നെ സുഭദ്ര ആന്റിയെ നോക്കും. എന്നാലും അത് നമ്മുടെ വീട് പോലെ ആവില്ലല്ലോ അബീച്ചി. എന്റെ മീരെ, നീ നിന്റെ ബന്ധുക്കളെ പോലെ ഞങ്ങളുടെ ബന്ധുക്കളെ കാണണ്ട. നിന്റെ ബന്ധുക്കള് പരസ്പര സ്നേഹമില്ലാത്തവരായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെയല്ല. എല്ലാവരും തമ്മില് പരസ്പരം നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട്.